ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ്സിൻ്റെ കിതാബു താരിഖ് അദ്ദർസു സാനി, രണ്ടാമത്തെ പാഠം അൽ മസ്ജിദുൻ നബവി. മസ്ജിദുൻ നബവി അല്ലേ, മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദാണ് മസ്ജിദുൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. മദീനയിൽ എത്തിയ ഉടനെ ഖുബാ എന്ന സ്ഥലത്ത് മസ്ജിദുൽ ഖുബാ നിർമ്മിച്ചു. പിന്നീട് മസ്ജിദുൻ നബവിയും. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് പാഠഭാഗം മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ചെയ്തതെന്തായിരുന്നു? വീടോ കച്ചവട സ്ഥാപനമോ നിർമ്മിക്കുകയായിരുന്നോ? അല്ല, മുസ്ലിങ്ങൾക്ക് ഇബാദത്തിനായി ഒത്തുകൂടാനും ദീൻ പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കാനും കഴിയുന്ന ഒരു പള്ളി പണിയുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ചെയ്തത്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ആദ്യം മസ്ജിദ് നിർമ്മിച്ചതെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് ഇബാദത്തിനായി ഒത്തുകൂടാനും ദീൻ പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കാനും കഴിയുന്ന ഒരു പള്ളി പണിയുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദ് നബവി പണിയാനുണ്ടായിരുന്ന കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു പള്ളി പണിയാൻ പറ്റുന്ന ഭൂമി കാണിച്ചു തരൂ. ഒരു പള്ളി പണിയാൻ പറ്റുന്ന ഭൂമി കാണിച്ചു തരൂ. അവിടെ ഉണ്ടായിരുന്ന കാരക്ക ഉണക്കുന്ന ഒരു സ്ഥലം അവർ കാണിച്ചു കൊടുത്തു. ബനു നജ്ജാർ ഗോത്രക്കാർ ആ സ്ഥലം ദാനമായി കൊടുക്കാൻ തയ്യാറായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്തത്. അതിനാവശ്യമായ പണം നൽകിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളി നിർമ്മിക്കാൻ സ്ഥലം അന്വേഷിച്ചു. അപ്പോൾ അത് ബനു നജ്ജാർ ഗോത്രക്കാർ കാരക്ക ഉണക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു. അത് ദാനമായി കൊടുക്കാൻ തയ്യാറായെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്തത്. അതിനാവശ്യമായ പണം നൽകിയതാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. സഹാബികൾ കല്ലുകളും മണ്ണും ശേഖരിച്ചു പള്ളി നിർമ്മാണം ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്ലുകൾ ചുമക്കുകയും നിർമ്മാണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. നിർമ്മാണത്തിനിടെ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറതി ഫഗ്ഫിർ ലി അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ, പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല. അൻസാറുകൾക്കും മുഹാജിറുകൾക്കും പുറത്തു കൊടുക്കണമേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളി നിർമ്മാണത്തിനിടെ ദുആ ചെയ്തു. എന്ത്? അപ്പോൾ അത് വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കട്ടോ. എല്ലാം അനുയായികളെ ഏൽപ്പിച്ചു. മാറി നിൽക്കുന്ന നേതാവിനെയല്ല, പകരം കൂടെ പണിയെടുത്ത് അവർക്ക് ആവേശം പകരുന്ന നേതാവിനെയാണ് ഇവിടെ കാണുന്നത്. എല്ലാവരും ഇഖ്ലാസോടെ ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചു. കല്ലും മണ്ണും ഉപയോഗിച്ചുള്ള ചുമരുകളും ഈന്തപ്പനയുടെ മേൽക്കൂരയുമായിരുന്നു പള്ളിക്ക് ഉണ്ടായിരുന്നത്. മദീന പള്ളി നിസ്കാര കേന്ദ്രം മാത്രമായിരുന്നില്ല, അതൊരു വിജ്ഞാന കേന്ദ്രമാണ്. മദീനയിലെ വിജ്ഞാന കേന്ദ്രം മസ്ജിദുൻ നബവിയാണ് കേട്ടോ. കോടതി, കൂടിയാലോചനാ ഭവനം, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം തുടങ്ങി മദീനയിലെ ഇസ്ലാമിക കേന്ദ്രം കൂടിയായിരുന്നത്. മദീനയിലെ ഇസ്ലാമിക കേന്ദ്രം ഏതെല്ലാം നിലകളിൽ? വിജ്ഞാന കേന്ദ്രം, കോടതി, കൂടിയാലോചനാ ഭവനം, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം എന്നീ നിലകളിലെല്ലാം മസ്ജിദുൻ നബവി ആണ്. മസ്ജിദുൻ നബവിയുടെ വിവിധ കാലങ്ങളിലെ രൂപങ്ങൾ. 1481 ഈ രൂപത്തിലാണ് മസ്ജിദുൻ നബവി കാണപ്പെട്ടത്. 1850 ഈ രൂപത്തിലേക്ക് ഒന്നും കൂടി മാറ്റങ്ങൾ സംഭവിച്ചു. പിന്നെ 1948 ആ കാലഘട്ടങ്ങളിൽ വന്ന മാറ്റം. 1988 ഈ രൂപത്തിലായി. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും വന്ന മാറ്റം, ഇപ്പോഴത്തെ മാറ്റങ്ങളൊക്കെ നമ്മൾ ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് കുട്ടികൾ മനസ്സിലാക്കുക.
ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ തദ്രിബാത്ത് നോക്കാം. ആദ്യമായി പൂരിപ്പിക്കാനാണ് വരുന്നത്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ചെയ്തത് ഡാഷ് നിർമ്മിക്കുകയായിരുന്നു. അവിടെ മസ്ജിദ് നിർമ്മിക്കുകയായിരുന്നു. ഡാഷ് ഡാഷ് ഉപയോഗിച്ചാണ് പള്ളി ഉണ്ടാക്കിയത്. എന്താണ്? കല്ലും മണ്ണും. ഇവിടെ പറഞ്ഞു കല്ലും മണ്ണും ഉപയോഗിച്ചാണ് പള്ളി ഉണ്ടാക്കിയത്. കല്ലും മണ്ണും എന്നത് ആ രണ്ട് ഡാഷ് ഇട്ട് കൊടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കത് ഒരു ചോദ്യം ആയിട്ട് വരികയാണ്. മസ്ജിദുൻ നബവി നിർമ്മിച്ചത് എന്തെല്ലാം ഉപയോഗിച്ചാണെന്ന് വെച്ചാൽ കല്ലും മണ്ണും ഉപയോഗിച്ചുള്ള ചുമരുകളും ഈന്തപ്പനയുടെ മേൽക്കൂരയുമായിരുന്നു പള്ളിക്കുണ്ടായിരുന്നത്. ആ രീതിയിൽ അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതണം. അടുത്തത് ചർച്ച ചെയ്യാനാണ്. എന്താണ്? മദീനയിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പള്ളിയാണ് നിർമ്മിച്ചത്. അതിന് കാരണം എന്തായിരിക്കും? അപ്പോൾ നമ്മളോട് ഫസ്റ്റ് ഭാഗത്ത് പറഞ്ഞിരുന്നു, മുസ്ലിങ്ങൾക്ക് ഇബാദത്തിനും ഒത്തുകൂടാനും ദീൻ പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കാനും കഴിയുന്ന ഒരു സ്ഥലം. അങ്ങനെയാണ് പള്ളി പണിയുക എന്ന തീരുമാനത്തിലെത്തിയത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വെക്കുക കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഭൂമി ദാനം കൊടുക്കാൻ അവർ തയ്യാറായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വില കൊടുത്തു വാങ്ങിയതിലെ ഗുണപാഠം. എന്താണ് അവിടെ ഗുണപാഠം? ഇവിടെ പറഞ്ഞു ബനു നജ്ജാർ ഗോത്രക്കാർ ആ സ്ഥലം ദാനമായി കൊടുക്കാൻ തയ്യാറായി. എന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വില കൊടുത്താണ് വാങ്ങിയത്. അതെന്തായിരുന്നു? കാരണം എന്തായിരിക്കും? അതിലെ ഗുണപാഠം എന്താണ്? ആ സ്ഥലം മദീനയിലെ 2 അനാഥ കുട്ടികളുടേതായിരുന്നു. അവർക്ക് വിഷമമുണ്ടാകരുത് എന്ന് കരുതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പണം നൽകിയത്. മറ്റുള്ളവരുടെ സാധനങ്ങൾ നമ്മൾ അനുവാദമില്ലാതെ എടുക്കരുത് എന്നതാണ് ഇതിലെ പ്രധാന ഗുണപാഠം. നമ്മളും മറ്റുള്ളവരുടെ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴും അവർക്ക് പ്രയാസമില്ലെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതാണ് നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ അനാഥ ബാലർക്ക് അനന്തരാവകാശമായിട്ട് ലഭിച്ചതായിരുന്നു ആ സ്ഥലം. അവരത് കാരക്ക ഉണക്കാൻ വേണ്ടിയിട്ടായിരുന്നു നൽകിയിരുന്നത്. അതവർക്കൊരു വരുമാന മാർഗമൊക്കെ ആയിരുന്നെങ്കിൽ അത് അവർക്ക് വിഷമമുണ്ടാകരുത് എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വില കൊടുത്തു വാങ്ങിയത്. അടുത്ത ചോദ്യം വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന നേതാവിനെ ഈ ചരിത്രത്തിൽ നിന്നും നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിലായത്? ഒരു നേതാവാണെങ്കിൽ കൂടിയിട്ടും എല്ലാം അനുയായികളെ ഏൽപ്പിച്ച് മാറി നിൽക്കുന്ന ഒരു നേതാവായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പകരം അനുയായികളുടെ കൂടെ പണിയെടുത്ത് അവർക്ക് ആവേശം പകരുന്ന ഒരു നേതാവിനെയാണ് നമുക്ക് ഈ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് നമ്മുടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന ഒരു കാര്യം നമ്മളവിടെ മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. അടുത്തത് ഉത്തരം എഴുതാനാണ്. എന്താണ്? മസ്ജിദുൻ നബവി ഉണ്ടാക്കിയ സ്ഥലം ദാനമായി നൽകാൻ തയ്യാറായി ആരാണ്? അവിടെ നമുക്ക് ബനു നജ്ജാർ ഗോത്രക്കാർ എന്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിന് ആൻസറായിട്ട് എഴുതേണ്ടത്. അടുത്തത്, മസ്ജിദുൻ നബവി നിസ്കാരത്തിന് പുറമെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അന്ന് ഉപയോഗപ്പെടുത്തിയത്? മസ്ജിദുൻ നബവി നിസ്കാരത്തിന് പുറമെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗപ്പെടുത്തിയത്? മദീന പള്ളി നിസ്കാര കേന്ദ്രം മാത്രമായിരുന്നില്ല, അതൊരു വിജ്ഞാന കേന്ദ്രം, കോടതി, കൂടിയാലോചനാ ഭവനം, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം തുടങ്ങി കാര്യങ്ങൾക്കാണ് അത് മസ്ജിദുൻ നബവി ഉപയോഗിച്ചത്. അപ്പോൾ നിസ്കാര കേന്ദ്രം മാത്രമായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് എഴുതുക, അതൊരു വിജ്ഞാന കേന്ദ്രം, കോടതി, കൂടിയാലോചനാ ഭവനം, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം തുടങ്ങി കാര്യങ്ങൾക്കാണ് മസ്ജിദുൻ നബവി ഉപയോഗപ്പെടുത്തിയത്. മനസ്സിലാക്കിയിട്ട് എഴുതട്ടോ. അടുത്തത്, പള്ളിയുടെ നിർമ്മാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് പങ്കെടുത്തത്? ഇവിടെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്ലുകൾ ചുമക്കുകയും നിർമ്മാണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്ലുകൾ ചുമന്നാണ് നിർമ്മാണത്തിൽ പങ്കെടുത്തത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് എഴുതാം. പിന്നെ ഈ പാഠത്തുനിന്ന് ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചാണ് മസ്ജിദ് നബവിയുടെ പണി കഴിച്ചത് എന്നൊക്കെ മനസ്സിലാക്കുക കേട്ടോ. നിർമ്മാണത്തിനിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്ത്?
അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറത്തി ഫഗ്ഫിർ ലി അൻസാരി വൽ മുഹാജിറ. അപ്പം അത് മനസ്സിലാക്കുക. അള്ളാഹുവേ, പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല, അൻസാറുകൾക്കും മുഹാജിറുകൾക്കും പുറത്തു കൊടുക്കണമേ. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.